ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയ ഭേദപ്പെട്ട സ്കോറിലേക്കെത്തിയിട്ടുണ്ട്. എന്നാല് ഓസീസിന്റെ ടോപ്പ് ഓർഡറിനെ പൂട്ടാന് ഇന്ത്യന് ബൌളർമാർക്ക് സാധിച്ചു. ഓസീസിന്റെ ക്ലാസിക് താരം മാർണസ് ലബ്യൂഷെയിനെ 12 റൺസിലാണ് പുറത്താക്കിയത്. നിതീഷ് റെഡ്ഡിയുടെ പന്തിലാണ് ലബ്യൂഷെയിന് മടങ്ങിയത്. 55 പന്ത് നേരിട്ട ലബ്യൂഷെയിനെ സ്ലിപ്പില് വിരാട് കോഹ്ലിയാണ് ക്യാച്ചിലൂടെ പുറത്താക്കിയത്. ഇന്ത്യ രണ്ടാം ദിനം മികച്ച ബൌളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 75 റൺസിനിടെ ഓസീസിന്റെ 3 വിക്കറ്റുകള് വീഴ്ത്താന് ഇന്ത്യയ്ക്കായി. എന്നാല് 4ാം വിക്കറ്റിലെ ട്രാവിസ് ഹെഡ്, സ്റ്റീവ് സ്മിത്ത് കൂട്ടുകെട്ട് ഇന്ത്യയുടെ കണക്കുകൂട്ടല് തെറ്റിച്ചു. 241 റൺസിന്റെ കൂട്ടുകെട്ടാണ് 4ാം വിക്കറ്റില് ഇരുവരും ചേർന്ന് സൃഷ്ടിച്ചത്. സ്റ്റീവ് സ്മിത്ത് 101 റൺസെടുത്താണ് പുറത്തായത്. ജസ്പ്രീത് ബുംറയാണ് സ്മിത്തിനെ മടക്കിയത്. ട്രാവിസ് ഹെഡ് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സെഞ്ചുറിയോടെ ഇന്ത്യയെ ഞെട്ടിച്ചു. 160 പന്തില് 152 റൺസാണ് ഹെഡ് നേടിയത്. സിറാജിന് പഴയ മികവ് ബൌളിംഗില് കാട്ടാന് സാധിക്കുന്നില്ല. ന്യൂബോളില് വിക്കറ്റ് നേടാന് മിടുക്കുകാട്ടിയിരുന്ന സിറാജിന് ഇപ്പോൾ അത് സാധിക്കാത്തത് ഇന്ത്യയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഓസീസിന്റെ ക്ലാസിക് താരമായ ലബ്യൂഷെയിന് കരുതലോടെയാണ് കളിച്ചത്. ഇത് മനസ്സിലാക്കിയ മുഹമ്മദ് സിറാജ് ലബ്യൂഷെയിനെ പ്രകോപിപ്പിച്ചു. വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിച്ചാല് സിറാജിന് പണികിട്ടുമെന്നുറപ്പാണ്. ഇതിനോടകം ICC നടപടി നേരിട്ട സിറാജ് ലബ്യൂഷെയിന്റെ ശ്രദ്ധ തിരിച്ചത് മറ്റൊരു വഴിയിലൂടെയായിരുന്നു. സ്ട്രൈക്കില് നിന്നിരുന്ന ലബ്യൂഷെയിന്റെ സ്റ്റമ്പിലെ ബെയിൽസ് സിറാജ് മാറ്റിവെച്ചു. വലതുവശത്തെ ബെയിൽസ് ഇടതുവശത്തും ഇടതുവശത്തെ ബെയിൽസ് വലതുവശത്തും വെച്ചു. ഇതില് അസ്വസ്ഥനായ ലബ്യൂഷെയിന് പിന്നാലെ തന്നെ ബെയിൽസ് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. തൊട്ടടുത്ത ഓവര് എറിയാനെത്തിയ നിതീഷ് കുമാര് ലബ്യൂഷെയിനെ പുറത്താക്കുകയും ചെയ്തു. ശ്രദ്ധ തെറ്റിയ ലബ്യൂഷെയിന് നിതീഷിന്റെ ഫുള്ള് ലെങ്ത് പന്തില് ബാറ്റ് വയ്ക്കുകയായിരുന്നു. ഇതോടെ സ്ലിപ്പില് വിരാട് കോഹ്ലിയുടെ മനോഹരമായ ക്യാച്ചില് ലബ്യൂഷെയിന് പുറത്താവുകയും ചെയ്തു. എന്തായാലും സിറാജിന്റെ ബെയിൽസ് തന്ത്രം ഫലം കണ്ടു.